നിലമ്പൂരിൽ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ NDA സ്ഥാനാർത്ഥിയെ ലക്ഷ്യമിട്ട് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് വ്യാജ പ്രചാരണം. BJP വോട്ടുകൾ UDFന് നൽകി എന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. അതേസമയം വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, സ്ഥാനാർത്ഥികൾ കൂട്ടിയും കിഴിച്ചും ഇരിക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. PV അൻവർ അദ്ദേഹം നിലമ്പൂർ മണ്ഡലം നിലനിർത്തും എന്ന അവകാശവാദവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. അതേസമയം UDFൻ്റെ വോട്ടുകൾ സ്വരാജിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയുന്നു. ആര്യാടൻ ഷൗക്കത്ത് വിരോധം കാരണം അങ്ങനെ ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് എന്ന ആരോപണം ഉണ്ട്. BJP വോട്ടുകൾ UDFിലേക്ക് പോയി എന്ന ആരോപണം ഉണ്ട്. പിണറായി വിജയൻ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു അത് പരമ്പരാഗതമായി UDF മണ്ഡലമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്നൊക്കെ എന്താണ് വായിച്ചെടുക്കേണ്ടത്? അനിൽ നമ്പ്യാർ, ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് നിലമ്പൂരിലെ ജനവിധി അറിയാൻ. നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 7:30 തന്നെ സ്ട്രോങ് റൂം തുറക്കും. അതിനുശേഷം 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 8:10 തന്നെ വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും. 8 മണിക്ക് പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുക. ആകെ 1403 പോസ്റ്റൽ വോട്ടുകളാണ് ഉള്ളത്. അതിനുശേഷം ആണ് ഇലക്ട്രോണിക് മെഷീനിലെ വോട്ടുകൾ എണ്ണി തുടങ്ങുക. ഏകദേശം 9 മണിയോടുകൂടി തന്നെ ആദ്യ ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 10 മണിയോടുകൂടി തന്നെ ഏറെക്കുറെ ട്രെൻഡ് എങ്ങോട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ആകാംക്ഷയോടെ തന്നെ കേരളം ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം നമുക്കറിയാം ഇനി കേരളത്തിൻ്റെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിന് തൊട്ട് മുൻപ് നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനലായിട്ടാണ് രാഷ്ട്രീയ കേരളവും പ്രധാന രാഷ്ട്രീയ പാർട്ടികളും പ്രധാന മുന്നണികളും എല്ലാം തന്നെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തമായ ഒരു പ്രചാരണവും സ്ഥാനാർത്ഥികളുടെ കൂട്ടിക്കിഴിക്കലുകളൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താണ് ശിവദാസിൻ്റെ കണക്ക് കൂട്ടൽ? എന്താണ് നിലമ്പൂരിലെ ചിത്രം? ആർക്ക് അനുകൂലമാണ്? ഈ ആരോപണ പ്രത്യാരോപണങ്ങളിലൊക്കെ കഴമ്പുണ്ടോ ശിവദാസ്? അനിൽ നമ്പ്യാർ, നമുക്കറിയാം നിലമ്പൂർ എന്ന് പറയുന്നത് ഒരു മലയോര പ്രദേശം കൂടിയാണ്. നിരവധി മലയോര മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ഈ നിലമ്പൂരിൽ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങൾ കുറഞ്ഞ ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് നിലമ്പൂർ. ഇവിടെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ വലതുപക്ഷവും മാറിയിട്ടാണ് ഇവിടെ ഭരിച്ചിരുന്നത്. പഞ്ചായത്തുകളിലാണെങ്കിലും അതോടൊപ്പം തന്നെ നിയമസഭാ സാമാജികരാണെങ്കിലും പോലും അവർ മാറിയിട്ടാണ് ഭരിച്ചിരുന്നത്. എന്നിട്ടും ഇത്തരത്തിലുള്ള നിരവധി അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും തന്നെ പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം തന്നെ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൻ്റെ കൃത്യമായൊരു പ്രതിഫലനം തന്നെയായിരിക്കും നാളെ നടക്കുന്ന ഈ വോട്ടെണ്ണലിൽ ഉണ്ടാവുക എന്നതാണ് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. കാരണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്തെല്ലാം തന്നെ നിരവധി നിലമ്പൂരിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നമ്മൾ സഞ്ചരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ താഴെ തട്ടിലുള്ള ആളുകളെയെല്ലാം തന്നെ നമ്മൾ നേരിട്ട് കണ്ടിരുന്നു. ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. വീടില്ലാത്ത നിരവധി ആളുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ മലയോര വാസികൾ നിരവധി ഉണ്ട്. നിരവധി കൃഷിക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടം കൂടിയാണ്. അത്തരത്തിൽ കാട്ടാന ശല്യം രൂക്ഷമായ ഒരു മേഖല, വന്യമൃഗശല്യം അതിരൂക്ഷമായ ഒരു മേഖല, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ മലയോര ജനത അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഇടത് വലത് സ്ഥാനാർത്ഥികളൊന്നും തന്നെ ഇത്തരം വിഷയം ഉയർത്തി കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. കഴിഞ്ഞ 3 ആഴ്ചയിൽ കൂടുതലായി നടന്ന ഈ പ്രചാരണത്തിൽ പ്രധാനമായും മതമൗലികവാദ സംഘടനകളുമായും മറ്റു മതഭീകരവാദ സംഘടനകളുമായുമുള്ള കൂട്ടുകെട്ടാണ് അവർ പ്രധാനമായും ചർച്ച ചെയ്തിരുന്നത്. അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രീണന പ്രചാരണം തന്നെയായിരുന്നു ഇടത് വലത് മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാം തന്നെ ഈ നിലമ്പൂരിൽ നടത്തിയിരുന്നുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുള്ള കൃത്യമായ ഒരു മറുപടി നിലമ്പൂരിലെ ജനത നൽകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇത്തരം വികസന പ്രശ്നങ്ങളിൽ കൃത്യമായ ഒരു പ്രചാരണം നടത്താത്തതിൽ വലിയൊരു പ്രതിഷേധം രോഷവും ജനങ്ങൾക്ക് ഇടയിൽ. ശിവദാസ്, അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെതിരെയുള്ള വ്യാജ പ്രചാരണത്തിന് പിറകിൽ ആരാണ്? എന്തായാലും മോഹൻ ജോർജ് പറഞ്ഞു അങ്ങനെ, അതായത് BJP വോട്ടുകൾ ചോർന്നു എന്ന രീതിയിൽ മോഹൻ ജോർജ് തന്നെ പറഞ്ഞു എന്ന രീതിയിലായിരുന്നല്ലോ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. അങ്ങനെ ഒരു കള്ളക്കഥ മെനഞ്ഞത്. മോഹൻ ജോർജ് അത് നിഷേധിച്ചിട്ടുണ്ട്. മോഹൻ ജോർജ് എന്താണ് പറഞ്ഞത് ജനൻ TVയോട്?
അനിൽ നമ്പ്യാർ, ചില മാധ്യമങ്ങളാണ് ഇന്ന് വൈകിട്ട് മോഹൻ ജോർജിനെ പോയി കണ്ടത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ അടർത്തിയെടുത്ത് ആ ഒരു ഭാഗങ്ങൾ മാത്രം നൽകിക്കൊണ്ട് ഒരു വ്യാജ പ്രചാരണം നടത്തുകയായിരുന്നു. അതായത് UDFിൻ്റെ വോട്ടുകൾ അത് UDFിലേക്ക് NDAയുടെ വോട്ടുകൾ മറിഞ്ഞു എന്ന രീതിയിലുള്ള ഒരു പ്രചാരണമാണ് ഇത്തരം ചില മാധ്യമങ്ങൾ നൽകിയിരിക്കുന്നത് എന്നാണ് മോഹൻ ജോർജ് പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായ ചില ആസൂത്രണത്തോടെയും കൃത്യമായ ചില ഗൂഢലക്ഷ്യത്തോടെയുമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം നടത്തിയിരിക്കുന്നത് എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ ജനം TV-യോട് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, നമ്മളടക്കം അത്തരത്തിൽ NDA സ്ഥാനാർത്ഥിയുടെ കൂടെ പല സമയങ്ങളിലും നമ്മൾ പോയിട്ടുണ്ട്. മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ കൃത്യമായി തന്നെ പ്രചാരണത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ടുള്ള ഒരു പ്രചാരണമാണ് അദ്ദേഹം ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉടനീളം നടത്തിയിട്ടുള്ളത്. 8 തദ്ദേശ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള പ്രചാരണ വിഷയങ്ങളാണ് അദ്ദേഹം പ്രധാനമായും ഉയർത്തിയിരുന്നത്. നിലമ്പൂർ നഗരസഭയും അതോടൊപ്പം തന്നെ മറ്റ് മലയോര മേഖലയിൽ കൂടുതലുള്ള വഴിക്കടവ്, മൂത്തേടം പഞ്ചായത്തും ചുങ്കത്തറ പഞ്ചായത്തിലും അടക്കം ഇത്തരത്തിൽ കൂടുതൽ മലയോര പ്രദേശം കൂടിയാണ്. വനവാസികൾ കൂടുതലുള്ള, ക്രിസ്ത്യൻ വിഭാഗങ്ങൾ കൂടുതലുള്ള ഒരു മേഖലയാണ് വഴിക്കടവ്, മൂത്തേടം, ചുങ്കത്തറ മേഖല എല്ലാം തന്നെ. ഈ മേഖലയിലെല്ലാം തന്നെ കൃത്യമായി അവിടെയുള്ള പ്രശ്നങ്ങൾ, നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ് NDA സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ശിവദാസ്, എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. രാവിലെ വോട്ടെണ്ണൽ 8 മണിയോടുകൂടി ആരംഭിക്കുന്നു. അത് കഴിഞ്ഞ് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു 11-11:30 മണിയോടുകൂടി നിലമ്പൂർ ആരുടെ കയ്യിൽ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. എന്തായാലും കാത്തിരിക്കാം. BJPക്ക് ലഭിച്ച സ്വീകാര്യതയിൽ അസൂയ പൂണ്ടുള്ള പ്രചാരണമാണ് നടക്കുന്നതെന്ന് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ജനം TV-യോട് പറഞ്ഞിട്ടുണ്ട്. BJP പ്രവർത്തകർ ആത്മാർത്ഥമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ സജീവമായത്. തൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചാണ് വ്യാജ പ്രചാരണം നടത്തുന്നത്. ജനം TV-യോട് മോഹൻ ജോർജ് പ്രതികരിച്ചത് കാണാം. BJP നല്ല മുന്നേറ്റം നടത്തുമെന്ന് കണ്ട് വ്യാജ പ്രചരണം നടത്തുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി നിലമ്പൂരിൽ ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. BDJS അതേപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. നമ്മളുടെ വിജയം ഏതാണ്ട് നമ്മൾ മുന്നേറ്റം കണ്ടപ്പോൾ ഒരു വ്യാജ പ്രചരണം നടത്തുകയാണ്. റിപ്പോർട്ടർ ചാനൽ അങ്ങനെ ഒരു രാവിലെ അതിന്റെ ചാനലിന്റെ ആൾ വന്നപ്പോൾ അങ്ങനെ ഒരു വ്യാജ പ്രചരണം ഞാൻ പറഞ്ഞത് ഇന്ന് വ്യതികരിച്ചിട്ട് ഞാൻ പറയാത്ത കാര്യങ്ങളല്ല, ഞാൻ പറഞ്ഞതിന്റെ തുടർച്ചയായി പറഞ്ഞ കാര്യങ്ങൾ ഇട്ടിരിക്കുകയാണ്. അവർക്ക് ഗൂഢലക്ഷ്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. BJP ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരും, നിലമ്പൂരിലെ മുഴുവൻ പ്രവർത്തകരും ആത്മാർത്ഥമായി സജീവമായി രംഗത്തുണ്ടായിരുന്നു. എല്ലാവരും BDJS ഉൾപ്പെടെ NDA മുന്നണിയിലെ മുഴുവൻ കക്ഷികളും ശക്തമായി ഈ പ്രചരണം നടത്തി. നമ്മൾ നിലമ്പൂരിന്റെ മുക്കിലും മൂലയിലും ഭാരതീയ ജനതാ പാർട്ടി സന്ദേശം എത്തിച്ചു. നമുക്ക് സജീവമായി വോട്ട് കിട്ടി, അതിന് യാതൊരു സംശയവുമില്ല. പിന്നെ അവർ ചോദിച്ചു, കുടിയേറ്റ കർഷകരുടെ മുഴുവൻ വോട്ടുകൾ കിട്ടുമോ എന്ന് ചോദിച്ചു. കുടിയേറ്റ കർഷകരുടെ മുഴുവൻ വോട്ടുകൾ കിട്ടാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ അതിൽ അവർ MLA-മാരും മറ്റവരും ചെന്നത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കി. അതാണ് പ്രശ്നം ഉണ്ടായത്, അല്ലാതെ വേറെ യാതൊരുമില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ വോട്ടുകളും താമര ചിഹ്നത്തിൽ വന്നിട്ടുണ്ട്. യാതൊരു സംശയവും യാതൊരു തർക്കവുമില്ല അക്കാര്യത്തിൽ. ഭാരതീയ ജനതാ പാർട്ടിക്ക് ആക്സെപ്റ്റൻസ് കിട്ടിയപ്പോഴാണ് ഇവർ ഈ വ്യാജപ്രചരണം നടത്തുന്നത്. നരേന്ദ്രമോദിജിയുടെ നയങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചു. ഇവിടുത്തെ രാജീവ് ചന്ദ്രശേഖർജി നമ്മുടെ നയപ്രഖ്യാപനം നടത്തി. ഇത് കണ്ട് വിരളി പൂണ്ടിട്ടാണ് ഈ ഒരു വ്യാജപ്രചരണം നടത്തുന്നത്. LDF-ഉം UDF-ഉം അവര് ഒറ്റക്കെട്ടായിട്ട് നമുക്കെതിരെ നിൽക്കുകയാണല്ലോ. അതുകൊണ്ടാണ് നമ്മളുടെ BJPയുടെ മലയോര മേഖലകളിൽ BJP വളരുന്നു, BJP ശക്തി പ്രാപിക്കുന്നു. കാരണം ഞാൻ ഇലക്ഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നമ്മൾ ആളുകളോട് വോട്ട് അഭ്യർത്ഥിച്ചപ്പോഴും നമ്മുടെ സ്വീകരണ സ്ഥലത്തും ധാരാളം കുടിയേറ്റക്കാർ ഈ BJPയിലേക്ക് നമ്മുടെ BJPയിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ടുള്ള ഒരു അസൂയാണ് അവർക്ക്. അത് കോൺഗ്രസിന്റെ എടക്കര പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആലി സമ്പാട്ടിന്റെ മകൻ കടന്നു വന്നു. അതേപോലെ തന്നെ CPM നിന്നും ധാരാളം പേർ കടന്നു വന്നു. ധാരാളം വിമുക്ത ഭടന്മാർ BJPയിലേക്ക് സജീവമായി രംഗത്ത് വന്നു. അതിനുള്ള അസൂയയും കാര്യങ്ങളുമാണ്. ഭാരതീയ ജനതാ പാർട്ടി നിലമ്പൂർ ശക്തിപ്പെടുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് കണ്ട് വിരളി പൂണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും നമുക്കെതിരായി ചെയ്യുന്ന ഒരു കുൽസിത ശ്രമങ്ങളാണിതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുപ്രചരണം നടത്തിയ വാർത്താ ചാനലിന്റെ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നു നിലമ്പൂരിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ്.